വർഷത്തെ ഓണാഘോഷ പരിപാടിയിലേക്ക് സന്നിഹിതരായിരിക്കുന്ന ഓരോ വിശിഷ്ട വ്യക്തികളെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ ഏവരുടെയും അമ്മ കൂടിയായ മൈഥിലി സിസ്റ്ററിനെയാണ്. അമ്മയുടെ അസാന്നിധ്യത്തിൽ പൂർണ്ണ ആരോഗ്യവതിയായി എന്നും നമ്മോടൊപ്പം ഉണ്ടാവാൻ ജഗദീശ്വരൻ സിസ്റ്ററിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് അമ്മയെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ ടെസ്റ്റ് സെക്രട്ടറിയും മാനേജിംഗ് ട്രസ്റ്റ് ഇൻചാർജുമായ അഡ്വക്കേറ്റ് RS ഹരികുമാർ സാറിനെയാണ്. സാറിനെയും ഞാൻ ഈ വേദിയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഓരോ ദിവസവും വേറിട്ട ചിന്തകളിലൂടെ നമ്മെ നയിക്കുന്ന നമ്മുടെ പ്രിൻസിപ്പൽ ശ്രീമതി നീമ S നായർ മാമിനെയും ഈ വേദിയിലേക്ക് നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു. സ്കൂളിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് നമ്മളോടൊപ്പം നമ്മിൽ ഒരാളായി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വൈസ് പ്രിൻസിപ്പൽ സുബി സാറിനെയും ഈ വേദിയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അറിവ് പകർന്നു തരുന്ന നമ്മുടെ അധ്യാപകരെയും അനധ്യാപകരെയും കൂട്ടുകാരായ നിങ്ങൾ ഓരോരുത്തരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തെ ഇവിടെ നിന്നും വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. പുരാനും മഹാബലിയുടെ ഭരണത്തെ പരീക്ഷിച്ച വാമനനും ഇതാ എഴുന്നള്ളുകയാണ്. പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ പാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 വാ, ഉത്രാട പൂനിലാവേ വാ. ആദ്യമായി ഡോക്ടർ GR പബ്ലിക് സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും ഒരു ഓണ ആശംസ നേർന്നുകൊള്ളുന്നു. നമ്മുടെ മാനേജിംഗ് ട്രസ്റ്റി സിസ്റ്റർ മൈഥിലി ഇന്ന് ആശുപത്രിയിലാണ്. എന്നാൽ നിങ്ങൾക്കെല്ലാവർക്കും ആശംസ നേരണം എന്ന് പ്രത്യേകം മിനിഞ്ഞാന്ന് സിസ്റ്ററിൻ്റെ ബർത്ത്ഡേയിൽ പറഞ്ഞു. അതുകൊണ്ട് സിസ്റ്ററിൻ്റെ പേരിലും എല്ലാ ഓണാശംസകളും നേർന്നുകൊള്ളും. ഓണത്തിൻ്റെ ഐതിഹ്യം അറിയാമല്ലോ. മഹാബലി തമ്പുരാൻ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ഒരു ദിവസം നമ്മളെ കാണാൻ വരുന്നതാണ് സങ്കല്പം. അങ്ങനെ മഹാബലി തമ്പുരാൻ, നമ്മുടെ സ്കൂളിലെ മഹാബലി തമ്പുരാൻ നമ്മുടെ മുമ്പിലുണ്ട്. വാമനനും ഉണ്ട്, പുലിയും ഉണ്ട്. പക്ഷേ മഹാബലി തമ്പുരാൻ നമ്മുടെ സ്കൂളിൽ വരുന്ന ദിവസം നിങ്ങളാരും ഇവിടെ കാണില്ല, നമ്മളാരും കാണില്ല. സ്കൂളെല്ലാം അടച്ചുപൂട്ടിട്ടിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോയിലെടുക്കുന്നത്. വീഡിയോയിലെടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കും മഹാബലി തമ്പുരാനെ കാണാൻ, നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റി നടത്തി എന്നുള്ളത് കാണാൻ വേണ്ടി. എന്തായാലും ഓണത്തിൻ്റെ ഐതിഹ്യം എല്ലാവർക്കും അറിയാം. സമ്പൽ സമൃദ്ധിയുടെ ഓണമായിരിക്കട്ടെ എല്ലാവർക്കും. എല്ലാവരും ഈ 10 ദിവസം ആ ലീവ് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം. എല്ലാവരും കളർ ഡ്രസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. കളർ ഡ്രസ് ഇട്ട് നല്ല സദ്യയൊക്കെ ഉണ്ട്. നല്ല കുട്ടികളായി സ്കൂൾ തുറക്കുന്ന 23-ാം തീയതി തിരിച്ചിവിടെ വരും. കാരണം പിന്നെ പറയാനുള്ളത്, ഈ വർഷം പുതിയ കളികളെല്ലാം നമ്മുടെ പ്രിൻസിപ്പൽ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റേ ഗ്രൗണ്ടിൽ ഇന്നാളത്തെ കളി പ്രോഗ്രാം നടന്നപ്പോൾ ഞാൻ കണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ സ്റ്റേജിലും പുതിയ നാടൻ കലാരൂപങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ നിങ്ങൾക്കൊരു അവസരം കിട്ടി. പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത എല്ലാ കുട്ടികളും ഇങ്ങനെയുള്ള കലാപരിപാടികളിൽ പങ്കെടുക്കണം. വരും വർഷങ്ങളിൽ നിങ്ങൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുത്ത് നിങ്ങളുടെ കഴിവ് തെളിയിക്കണം. കാരണം ഈ വർഷം വളരെ നമുക്ക് നല്ല വർഷമാണെന്ന് പറയാം. നമ്മുടെ ഒരു കുട്ടി
സുബി സാറ് പറഞ്ഞു നാളെയോ ഇന്നോ ആണ് ഇംഗ്ലണ്ടിൽ പോകുന്നത്. UN ജനറൽ അസംബ്ലിയിൽ നമ്മളൊരു കുട്ടി അബിബിനു 12th ക്ലാസ്സിൽ പഠിച്ച കഴിഞ്ഞ വർഷം പഠിച്ച കുട്ടിക്ക് ഒരു വിസിറ്റിംഗ് ഇത് കിട്ടി. അദ്ദേഹം ഇന്നോ നാളെയോ പോവുകയാണ്. എന്തായാലും എല്ലാവർക്കും അങ്ങനെ എല്ലാവരും മത്സര പരീക്ഷകൾ എഴുതി വലിയ വിജയം കൈവരിച്ച് നമുക്ക് അച്ഛനും അമ്മയ്ക്കും നമ്മുടെ നാട്ടിലും സ്കൂളിലും എല്ലാം അഭിമാനമായി മാറണം എന്ന് ആശംസിച്ചുകൊണ്ടും എന്ന് ഉപദേശിച്ചുകൊണ്ടും ആശീർവദിച്ചുകൊണ്ടും എല്ലാവിധ ഒരു ഓണാശംസകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്തേ. ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയാൽ പൂന്തിരയാളും ഗ്രാമവസന്തം തിരുമുടി അണിയുകയാൽ. ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയാൽ പൂന്തിരയാളും ഗ്രാമവസന്തം തിരുമുടി അണിയുകയാൽ. പടയണിയും തെൻപഴമകളും പഴമുതിരും പൊൻപാർവണവും മധുമയ ലഹരിയിൽ അടിമുടി ഉലയുകയാൽ. പ്രകൃതി തൊഴുതുണരും ഇവിടെ ഒരുമയുടെ രാഗഭാവലയനം ലയനം. ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയാൽ. വാമനൻ അദ്ദേഹത്തോട് തപസ്സിനായി 3 അടി മണ്ണ് ദാനമായി ആവശ്യപ്പെട്ടു. മഹാബലി അത് നൽകാമെന്നും സമ്മതിച്ചു. തൽക്ഷണം പ്രപഞ്ചത്തോളം വലിയ ആകാരം സ്വീകരിച്ച വാമനൻ ആദ്യത്തെ അടിയിൽ സ്വർഗവും 2ാമത്തെ അടിയിൽ പാതാളവും അളന്നു. 3ാമത്തെ അടി എവിടെ വയ്ക്കുമെന്ന ചോദ്യത്തിന് മഹാബലി തൻ്റെ ശിരസ് കുനിച്ചു കൊടുത്തു. അപ്പോൾ മഹാബലി അദ്ദേഹത്തോട് തൻ്റെ പ്രജകളെ തനിക്ക് പിരിഞ്ഞിരിക്കുന്നതിലുള്ള ദുഃഖം അറിയിച്ചതിനാൽ വാമനൻ മഹാബലിക്ക് വർഷത്തിൽ 1 തവണ തൻ്റെ പ്രജകളെ വന്നു ദർശിക്കാനുള്ള വരം നൽകി. അതിനുശേഷം വാമനൻ മഹാബലിയുടെ ശിരസിൽ കാലുവച്ച് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് അയച്ചു. അങ്ങനെയാണ് ഓണത്തിൻ്റെ ഐതിഹ്യം. മണിക്കിണറ്റിൽ വളകളഞ്ഞേ വെണ്ണുമാലതിയേ മണിക്കിണറ്റിൽ വളകളഞ്ഞേ വെണ്ണുമാലതിയേ കളയും കളഞ്ഞേക്കും പെണ്ണുടെ നിന്നും പേശുന്നേ പേശാതെ നീളതിവന്റെ കനകപ്പൊൻകള ഞാൻ തരാം കനകപ്പൊൻകള കയ്യേലിട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ കനകപ്പൊൻകള കയ്യേലിട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ
വളകളഞ്ഞേ പെണ്ണുമാലതിയേ വളയും വളഞ്ഞേ ചുണ്ടവിടെ നിന്നും പേസുന്നേ സാധേ നില്ലരി വന്നേ കനകപ്പൊൻവള ഞാൻ തരാം കനകപ്പൊൻവള കയ്യേലിട്ടു കടിച്ചാട്ടേ കളി കാണട്ടെ കനകപ്പൊൻവള കയ്യേലിട്ടു കടിച്ചാട്ടേ കളി കാണട്ടെ മുത്തും കൊണ്ടോല മോളും കരിയഞ്ചും കൊണ്ടോല അന്തിമണ്ഡലം കൊണ്ടോല വട ജയിച്ചും കൊണ്ടോല ചാവേറി കൊണ്ടൊരു ചല്ലക്കുതിരയും പട്ടാളും ചാവേറി കൊണ്ടൊരു ചല്ലക്കുതിരയും പട്ടാളും എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഓണത്തിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്ത് നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. നിങ്ങൾ എങ്ങനെയാണ് ഓണം ആഘോഷിച്ചതെന്ന്. തീർച്ചയായിട്ടും ക്ലാസ് ആൻഡ് സെക്ഷൻ വൈസ് ഒരു മത്സരം കാണും, ഓണത്തിൻ്റെ ഫോട്ടോഗ്രാഫി മത്സരം. കേട്ടല്ലോ, അനൗൺസ്മെൻറ്റ് ബാക്കി കാര്യങ്ങൾ പിറകെ വരും. ക്ലാസ് ടീച്ചേഴ്സ് വിൽ ബി ഷെയറിങ് വിത്ത് യു. അപ്പോൾ ഫോട്ടോഗ്രാഫി മറന്നു പോകരുത്. തിരുവോണത്തിൻ്റെ അന്ന് നിങ്ങൾ എങ്ങനെയാണ് ഓണം ആഘോഷിച്ചതെന്നുള്ളത് സ്ഥലങ്ങളൊക്കെ കാണുക, കുറിപ്പുകൾ എഴുതുക, മലയാളം ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുക, ഓണക്കുറിപ്പുകൾ. കേട്ടല്ലോ, 2 ടാസ്ക്കാണ് എൻ്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്നത്. ഓണം ഫോട്ടോഗ്രാഫി ആൻഡ് ദെൻ ഓണം നോട്ട്സ്, യുവർ റിഫ്ലക്ഷൻസ് ഓൺ ഓണം, ചെറിയ കുറിപ്പ്, പാരഗ്രാഫ് റൈറ്റിംഗ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വലിയ നന്മ നിറഞ്ഞ, സമൃദ്ധി നിറഞ്ഞ, സന്തോഷഭരിതമായ ഓണാശംസകൾ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഒന്നാം തുമ്പിയും അവറ്റ മക്കളും ഓടി നടക്കണ് തുമ്പി തുള്ളാൻ. തുമ്പിക്കൊരു മണി പൊന്മാല. രണ്ടാം തുമ്പിയും അവറ്റ മക്കളും ഓടി നടക്കണ് തുമ്പി തുള്ളാൻ. തുമ്പിയിരുമ്പല്ല ചമ്പല ഓടല്ല തുമ്പിക്കൊരു മണി പൊന്മാല. മൂന്നാം തുമ്പിയും അവറ്റ മക്കളും ഓടി നടക്കണ് തുമ്പി തുള്ളാൻ. തുമ്പിയിരുമ്പല്ല ചമ്പല ഓടല്ല തുമ്പിക്കൊരു മണി പൊന്മാല. നാലാം തുമ്പിയും ആർപ്പറ്റ മക്കളും ഓടി നടക്കണു തുമ്പി തുള്ളാൻ. തുമ്പിയിരുമ്പല്ല ചമ്പല ഓടല്ല തുമ്പിക്കൊരു മണി പൊന്മാല. അഞ്ചാം തുമ്പിയും ആർപ്പറ്റ മക്കളും ഓടി നടക്കണു തുമ്പി തുള്ളാൻ. തുമ്പിയിരുമ്പല്ല ചമ്പല ഓടല്ല തുമ്പിക്കൊരു മണി പൊന്മാല. എന്തമ്മേ കൊച്ചു തുമ്പി തുള്ളാതിരിക്കണത് പൂവ് പോരാഞ്ഞിട്ടോ പൂക്കുല പോരാഞ്ഞിട്ടോ. എന്തമ്മേ കൊച്ചു തുമ്പി തുള്ളാതിരിക്കണത് പൂവ് പോരാഞ്ഞിട്ടോ പൂക്കുല പോരാഞ്ഞിട്ടോ. പൂവ് പോരാഞ്ഞിട്ടോ പൂക്കുല പോരാഞ്ഞിട്ടോ. പൂവ് പോരാഞ്ഞിട്ടോ പൂക്കുല പോരാഞ്ഞിട്ടോ.
കവിതാഭിസേവിതം കവിദ്ധജംഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം നമാമി വിഘ്നേശ്വര പാദപങ്കജം കൊട്ടും ഞാൻ കേട്ടില്ല, കുഴലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലയ്ക്കാരു കൊടുത്തു മുത്തു പതിച്ചൊരു പൂത്താലി, സഖി മുത്തു പതിച്ചൊരു പൂത്താലി. തട്ടാനും വന്നില്ല, തങ്കമൊരുക്കിയില്ല, തട്ടാനും വന്നില്ല, തങ്കമൊരുക്കിയില്ല, കൊന്ന കൈയിന്നാരു കൊടുത്തു പൊന്നുകൊണ്ടൊരു മണിമാല, സഖി പൊന്നുകൊണ്ടൊരു മണിമാല. കൈതോഴാം കൃഷ്ണ കൈതോഴാം, കൈതോഴാം കൃഷ്ണ കൈതോഴാം. കൈതവ ഗോപാലക ഞാൻ ചെയ്തൊരു ദൂരിതശാന്തി. കൈതവ ഗോപാലക ഞാൻ ചെയ്തൊരു ദൂരിതശാന്തി. വരുവതിഞ്ഞു വിരവിലിരുന്നു നല്ലൊരു പരമിനിക്കു തരിക ദേവകീസുത. വരുവതിഞ്ഞു വിരവിലിരുന്നു നല്ലൊരു പരമിനിക്കു തരിക ദേവകീസുത. വീരനാളന്റെ ഭാര്യ സുന്ദരി ദമയന്തി, കാന്തനെ കാണാഞ്ഞുടന്നു കാട്ടിൽ നടക്കുമ്പോൾ, കാന്തി കണ്ടടുത്തു വന്നു ഘോരനാം പെരുമ്പാമ്പ്. കന്യക കാണാതെ വന്നു ചുറ്റി പെരുമ്പാമ്പ്. പ്രാണഭയം പൂണ്ടവൾ മോറവിളി തുടങ്ങി, മുറവിളി കേട്ടോടി വന്നു വില്ലെടുത്തു വേടൻ. പാമ്പിനെ വധിച്ചിവളെ കൊണ്ടുപോക വേണം എന്നു വച്ചു പാമ്പിനെ വധിച്ചുടനെ വേടൻ. പാമ്പിനെ വധിച്ച നേരം കൗതുകം ഭാവിച്ചു, ചഞ്ചൽ കൂടാതാടുത്തവൻ കൊഞ്ചൽ വീഴി നേരെ. വീരവിരാട കുമാര വിഭോ ചാരുതര ഗുണസാഗര ഭോ. വീരവിരാട കുമാര വിഭോ ചാരുതര ഗുണസാഗര ഭോ. മാരലാവണ്യ നാരി മനോഹാരി കാരുണ്യ, ജയ ജയ ഭൂരി കാരുണ്യ. വന്നിടുക ചാരത്തിക പാരിത്തവ ദേവത്തവരാരുത്തര സാരസ്യ സാരമറിവതിന്നു. ചാരത്തിക പാരിത്തവ ദേവത്തവരാരുത്തര സാരസ്യ സാരമറിവതിന്നു. നല്ല ഭാരസ്യ ലീലകൾ ചെയ്വതി. മംഗളം മംഗളം കൗസലേന്ദ്ര, മംഗളം മംഗളം രാമചന്ദ്ര, ശ്രീരാമചന്ദ്ര രഘുരാമചന്ദ്ര. ജയ മംഗളം നിത്യ ശുഭമംഗളം, ജയ മംഗളം നിത്യ ശുഭമംഗളം, ജയ മംഗളം നിത്യ
Jai Hind. Most respected Managing Trustee in charge, Advocate R.S. Harimiyar sir, School Principal Nima S. Nair ma'am, my dear teachers as well as my dear students, Jai Hind to all. സോ എല്ലാവരും ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ ഹരികുമാർ സാർ ഓണം നമ്മൾ എന്തിനാണ് ആഘോഷിക്കുന്നതെന്നെല്ലാം പറഞ്ഞു. കേട്ടല്ലോ എല്ലാവരും? അപ്പോൾ ഓണത്തിൽ നമ്മളെ കാണാൻ ആരാണ് വരുന്നത്? മാവേലി. മാവേലി ആരെ കാണാൻ വരും? എല്ലാവരെയും അല്ല, നല്ലവരായ നാട്ടുകാരാണ്. എല്ലാവരെയും ഒന്നും മാവേലി കാണാൻ വരില്ല. ആരെ കാണാൻ വരും? നല്ലവരെ മാത്രമേ കാണാൻ വരത്തുള്ളൂ. അപ്പൊ നിങ്ങൾ നല്ല കുട്ടികളായിരുന്നാൽ നിങ്ങളെല്ലാം ആര് കാണാൻ വരും? മാവേലി കാണാൻ വരും. മാവേലി കണ്ടാൽ എന്ത് കിട്ടും? എല്ലാവർക്കും പുതിയ ഡ്രസ് കിട്ടിയല്ലോ. അപ്പൊ ഇനി മാവേലി വീട്ടിൽ വരുമ്പം നമുക്കെല്ലാം പഠിക്കാനുള്ള ബുദ്ധി കിട്ടും, നല്ല ശക്തി കിട്ടും, ജ്ഞാനം കിട്ടും, അറിവ് കിട്ടും. നമ്മൾ നല്ല കുട്ടികളായി മാറും. അപ്പൊ നിങ്ങളെല്ലാം നല്ല കുട്ടികളായിരുന്നാൽ മാവേലി ഷുവറായിട്ട് നിങ്ങളെ വീട്ടിലെല്ലാം വരും. വിഷ് യു ഓൾ എ ഹാപ്പി ഓണം. തകതൈ തകതൈ തകതകതും തദ്ദീം തിത്തകതൈ തകതികുതൈ ഒറ്റക്കല്ലോടി വന്നു തകതൈ ഒറ്റക്കല്ലോടി വന്നു കാമണ്ഡപം ഭാവിച്ചു ഒറ്റക്കല്ലോടി വന്നു കാമണ്ഡപം ഭാവിച്ചു ഒറ്റക്കല്ലോടി വന്നു കാമണ്ഡപം ഭാവിച്ചു തകതൈ തകതൈ തകതകതും തദ്ദീം തിത്തകതൈ തകതികുതൈ മറ്റുള്ളതിൽ പാരാമന്നാത്തൈ തകതൈതോ മറ്റുള്ളതിൽ പാരാമന്ന കാഴ്ച കൊണ്ടാവോ മറ്റുള്ളതിൽ